ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ HB റെഡ് റോസിൻ്റെ ഒരു ഫീമെയിലിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോക്സ് ടെയിൽ പ്ലാന്റ് ഒക്കെ ഇട്ടിട്ട് കുട്ടികളെ മാക്സിമം കിട്ടാൻ പാകത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ബ്രീഡായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 ഫീമെയിലിനെയാണ് ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടത്. അതിലൊരു ഫീമെയിലാണ് ഇപ്പോൾ ബ്രീഡായിട്ടുള്ളത്, മറ്റേത് അതിൽ തന്നെ ഉണ്ട്. പൊതുവേ അവർ കുട്ടികളൊന്നും കഴിക്കുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടില്ല. സോ നമ്മൾ 2 ഫീമെയിലിനെയൊക്കെ ഒരു ടാങ്കിൽ ഇറക്കി വിടാറുണ്ട്. കുഞ്ഞുങ്ങളെ അത്യാവശ്യം തന്നെ ഒരു 10-30 സംതിങ് കുഞ്ഞുങ്ങളോളം തന്നെ നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ഫീമെയിലിനെ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തത് പ്രസവിക്കാറായ ഒരു ഫീമെയിലിനെ നമ്മൾ എടുത്തിട്ട് പിന്നെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 ദിവസം ഗ്യാപ്പിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒരേ ടാങ്കിലോട്ട് കീപ്പ് ചെയ്യുക. 2-3 ദിവസത്തെ മാത്രം വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സൈസിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണിക്കാറില്ല. സോ നമ്മളതിനെ ഒരുമിച്ചൊറ്റ ടാങ്കിലിട്ടിട്ടാണ് ഗ്രോ അപ്പ് ചെയ്തെടുക്കാറ്. ആർട്ടീമിയ മൊയിന് പോലുള്ള ലൈഫ് ഫീഡ്സ് ആണ് കേട്ടോ നമ്മൾ ഇവർക്ക് കൂടുതലും ഫീഡ് ചെയ്യാറ്. ലൈഫ് ഫീഡ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം.